അയൽക്കാരായ ജോണും ജാക്സനും വലിയ പിണക്കത്തിലാണ്. കാരണം എന്തെന്നോ? ഒരു മാവ് ജാക്സന്റെ വീടിൻ്റെ മുറ്റത്താണെങ്കിലും അതിൻ്റെ ശിഖരങ്ങൾ ജോണിൻ്റെ മുറ്റത്തേക്കാണ് നീണ്ടു നിൽക്കുന്നത്. ഇല പൊഴിഞ്ഞ് എൻ്റെ മുറ്റം വൃത്തികേടാകുന്നു, മാവ് മുറിക്കണം, പലവട്ടം ജോൺ പറഞ്ഞു. ജാക്സൺ കേട്ട ഭാവം കാണിച്ചില്ല. ദേഷ്യം വന്ന ജോൺ ഒരു രാത്രി കോടാലിയും എടുത്ത് പതുക്കെ മാവിൻ്റെ ചോട്ടിലെത്തി. പെട്ടെന്ന് പിന്നിലൊരനക്കം. തിരിഞ്ഞു നോക്കിയ ജോൺ ഞെട്ടി. അതാ ഒരു അന്യഗ്രഹ ജീവി. പേടിക്കണ്ട, ഞാൻ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്ന് ഭൂമി കാണാനായി വന്ന ഏലിയനാ. താൻ എന്താ രാത്രി കോടാലിയുമായി? അന്യഗ്രഹ ജീവി ചോദിച്ചു. ജോണിൻ്റെ പേടി മാറി. അയാൾ ജാക്സനുമായുള്ള വഴക്കിൻ്റെ കഥയെല്ലാം ആ ഏലിയനോട് പറഞ്ഞു. ഹി ഹി, ഇതാണോ കാര്യം? ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ മാവ് പിഴുതു മാറ്റാം, എനിക്ക് ഭയങ്കര ശക്തിയാ, ഏലിയൻ പറഞ്ഞു. ജോണിന് സന്തോഷമായി. പക്ഷേ ഒരു സംശയം. ഈ മാവിലെ ഇലകൾ മാത്രമേ നിങ്ങളുടെ മുറ്റത്ത് വീഴുന്നുള്ളോ? മാങ്ങകൾ വീഴാറില്ലേ? ഏലിയൻ ചോദിച്ചു. ഉവ്വ്, വീഴാറുണ്ട്, ഞാനത് തിന്നാറുമുണ്ട്, ജോൺ പറഞ്ഞു. വീഴുന്ന മാങ്ങകൾ ജാക്സൺ തിരിച്ചു ചോദിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ മാവിൻ്റെ തണലും നിങ്ങളുടെ മുറ്റത്ത് വീഴാറുണ്ട് അല്ലേ? ജോൺ ആലോചിച്ചു. ശരിയാണ്, മാവിൻ്റെ തണൽ മുറ്റത്ത് വീഴുന്നത് ചൂടുകാലത്തൊക്കെ ആശ്വാസമാണ്. ഓഹോ, എന്നിട്ടാണോ പൊഴിഞ്ഞു വീഴുന്ന വെറും ഇലകളുടെ പേരിൽ അയൽക്കാരനുമായി വഴക്കടിക്കുന്നതും മാവ് വെട്ടാൻ വന്നതും? ഏലിയൻ്റെ ചോദ്യത്തിനു മുന്നിൽ ജോണിന് ഉത്തരം മുട്ടി. ശരി, ഞാൻ ഈ മാവ് എൻ്റെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാം. ഞങ്ങളുടെ നാട്ടിലെ മരങ്ങളെല്ലാം ചില്ലു മരങ്ങളാണ്, അതിനൊന്നും തണലില്ല. തണലുള്ള ഈ മാവ് കിട്ടിയാൽ ഞങ്ങളുടെ നാട്ടുകാർക്ക് സന്തോഷമാവും. ഏലിയൻ മാവ് പിഴുതെടുക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് ജോൺ തടഞ്ഞു. വേണ്ട, മാവ് അവിടെ നിന്നോട്ടെ. ഏലിയൻ മാവിലെ പിടുത്തം വിട്ടിട്ട് ജോണിനെ നോക്കി. അപ്പോഴേക്കും ഏലിയന് പോകാനുള്ള പേടകമെത്തി. ചുമ്മാതല്ല 900 വയസ്സുള്ള എൻ്റെ അപ്പൂപ്പൻ പറയുന്നത് മനുഷ്യർ നിസാര കാര്യത്തിന് തല്ലുകൂടുന്ന മണ്ടന്മാരാണെന്ന്. ഇതും പറഞ്ഞ് ഏലിയൻ പേടകത്തിൽ കയറി ഒറ്റപ്പോക്ക്.